ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതേപോലെ തന്നെ എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഒരു 3 മിനിറ്റെങ്കിലും കാണാൻ ശ്രമിക്കുക. നമ്മുടെ ഇന്നത്തെ റെസിപ്പി കശുവണ്ടി കറിയാണ്. അപ്പോൾ പറങ്ങേണ്ടി എന്ന് പറയും. അപ്പോൾ അതിൻ്റെ തോടെല്ലാം എടുത്ത് കളഞ്ഞിട്ട് നമ്മൾ വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് കറയെല്ലാം കളഞ്ഞ് ചൂടുവെള്ളം ഒഴിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുക. അതിനകത്ത് ഇടാൻ വേണ്ടി ചെറുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. അതിനകത്ത് 2-3 കഷ്ണം വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ തേങ്ങ വറുക്കാൻ പോവുകയാണ്. തേങ്ങ ഞാൻ ഒരു മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്, ഉണക്ക തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിനകത്ത് 2-3 കഷ്ണം വെളുത്തുള്ളിയും 2-3 കഷ്ണം ചുമന്നുള്ളിയും കൂടി ഇട്ടിട്ട്, അതായത് ചെറുള്ളി ഇട്ട് ഞാൻ അരിഞ്ഞ് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് അതൊന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ വറുത്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനകത്തെ വെള്ളമയമൊക്കെ മാറി തേങ്ങ ഒന്ന് കുലുകുലാന്നാവുന്ന സമയത്ത് നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കണം. ഈ ഒരു രീതി ഞാൻ നേരത്തെ വറുത്തരച്ച ചിക്കൻ കറി വെക്കാൻ നേരം നിങ്ങളെ കാണിച്ചിട്ടുള്ളതാണ്. അതേ ഒരു മെത്തേഡാണ്. അപ്പോൾ നമ്മൾ വറുത്തരച്ച ചിക്കൻ കറി വെക്കുന്നതിൻ്റെ ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു കറിയും വെക്കുന്നത്. വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ നമുക്കിതൊന്ന് വറുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ടേ. അപ്പോൾ ഇവിടെ തേങ്ങ എല്ലാം നല്ല ഒന്ന് വറുത്ത് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ചങ്ങോട്ട് നീക്കി വയ്ക്കാം. അപ്പോൾ നമ്മൾ സ്റ്റൗ എല്ലാം കുറച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. നീക്കി വെച്ചിട്ട് നമുക്കിതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടെ ചേർത്ത് കൊടുത്താൽ മാത്രം മതി. ഞാനിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അല്ലാത്ത മുളക് പൊടി ചേർത്ത് കൊടുക്കണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ, നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ല ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതേപോലെ തന്നെ തീ നമ്മളൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ഒന്ന് ചൂടാക്കിയാൽ മതി. കാരണം തേങ്ങ ഒരുപാടങ്ങ് മൂത്തത് കൊണ്ട് പെട്ടെന്ന് കരിയാനുള്ള ചാൻസ് കൂടുതലാണ്. ഒന്ന് മൂത്തെന്നറിയുമ്പോൾ തീ ഓഫ് ചെയ്തിട്ട് നമ്മളത് സ്റ്റൗവിൽ നിന്ന് ഇറക്കി മാറ്റി വയ്ക്കണം. എന്നിട്ട് വേറൊരു പ്ലേറ്റിലിട്ട് തണുത്തതിന് ശേഷം വേണം നമുക്കിത് വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചെടുക്കാൻ. ആ മെത്തേഡ് ഞാൻ നേരത്തെ വറുത്തരച്ച ചിക്കൻ കറിക്കകത്ത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ ഉള്ളു ഇതിലും. അപ്പോൾ ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരട്ടെ. ചട്ടി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ചട്ടിക്കകത്ത് ഉണ്ടാക്കുന്നതായിരിക്കും ടേസ്റ്റ് കൂടുതൽ. ഈ ചട്ടി നമുക്ക് അടുപ്പത്ത് വെച്ചിട്ടുണ്ടാക്കുന്ന അതിലും ടേസ്റ്റാണ് കേട്ടോ. അതേപോലെ നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം. കടുകിട്ട് ഈ കടുകൊന്ന് പൊട്ടിയതിന് ശേഷം മാത്രമേ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചെറുള്ളി ഒക്കെ ഇട്ട് കൊടുക്കാവുള്ളൂ. അപ്പോൾ നമ്മുടെ കടുകൊക്കെ നല്ല ഒന്ന് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പിലയും അതിനകത്ത് 2-3 കഷ്ണം വെളുത്തുള്ളിയും ചെറുള്ളിയും കൂടി. ചെറുള്ളി കൂടുതൽ നിൽക്കണം. ചെറുള്ളി ഇടുന്നത് ഭയങ്കര ടേസ്റ്റാണ്. ഈ ഒരു കറി നമ്മുടെ ചോറിൻ്റെ കൂടെയും, അതല്ലാതെ പുട്ടിൻ്റെ കൂടെ നല്ലതാണ്, അപ്പത്തിൻ്റെ കൂടെ നല്ലതാണ്, ഇടിയപ്പത്തിൻ്റെ കൂടെ നല്ലതാണ്, എന്തിൻ്റെ കൂടെ, ദോശയുടെ കൂടെ എല്ലാം അടിപൊളിയാണ്, സൂപ്പറാണ്. അപ്പോൾ നമ്മൾ ഉള്ളി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കശുവണ്ടിയും അതിനകത്ത് 2 പച്ചമുളകും കൂടെ കഴുകി കീറിയത് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കൂടി ഇട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് നല്ല ഒന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് നേരം ഇട്ടിങ്ങനെ ഇളക്കണ്ട കേട്ടോ. അങ്ങനെ അടിക്കൊന്നും പിടിക്കത്തൊന്നുമില്ല. തീയൊന്ന് കുറച്ച് വെച്ചാൽ മതി. ഈ സമയത്ത് നമുക്ക് അരപ്പ് കൊണ്ടുപോയി അരച്ചിട്ട് വരാം. അപ്പോൾ അങ്ങനെ ഒരുപാട് നേരം നമ്മളിട്ട് ഇളക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് പൊടിഞ്ഞു പോകും ഈ കശുവണ്ടി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, നമ്മളിതേ മെത്തേഡിൽ തന്നെ പിച്ചണ്ടി എന്നൊക്കെ കേട്ടിട്ടില്ലേ, പച്ച കളറിലെ, അതൊക്കെ വെച്ചിട്ട് നമ്മൾ തയ്യാറാക്കും. അപ്പോൾ അരപ്പൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഇതൊന്ന് എണ്ണ തെളിയുന്നിടം വരെ ഒന്ന് വറ്റിച്ചെടുക്കാം. അതേപോലെ തന്നെ നമ്മൾ ഇച്ചിരി ഗരം മസാലപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുന്നവരെല്ലാവരും പ്ലീസ് ദയവായി ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. എനേബിൾ ചെയ്യുന്ന സമയം തന്നെ ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ബൈ. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരും.